ഈ സൈഡിൽ ആണല്ലേ? എന്താ പറയണ്ടേ? ഇല്ല, ആൾക്കാര് പറയട്ടെ. നമ്മൾ ഇന്നലെ പ്രിവ്യൂ കണ്ടപ്പോ തന്നെ നമ്മള് അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു. ഇന്ന് ലൈവ് ഓഡിയൻസിന്റെ കൂടെ കാണാൻ വേണ്ടി വന്നതാണ്. റൂട്ടോ വന്നിട്ടില്ല. റൂട്ടോ പോയല്ലോ. അയ്യോ, സ്പോയിലർ ആണത്. റൂട്ടോ വരും, തിരിച്ചു വരും അല്ലേ? നമ്മൾ തമ്മിലൊരു ഇതില്ല. സോങ്ങിൽ നീ നമ്മുടെ പടത്തില് മറ്റേ സോങ് ഇല്ലേ, കോസ്പ്ലേ വരുന്ന സോങ്, അതിനകത്ത് ബാറ്റ്മാൻ ആയിട്ട് പുള്ളി ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അത് യക്ഷൂര് തീരുമാനിക്കണം. അത് നമുക്ക് ഇപ്പൊ വലിയ യുദ്ധം വരാൻ പോവുകയാണ് ഡൂമുമായിട്ട്. അപ്പോ റൂട്ടോയുടെ ആ ടൈം പോസിംഗ് പവർ കിട്ടിയെന്ന് കൊള്ളായിരുന്നു. അതെ അതെ, അതൊക്കെ നിങ്ങളെ സ്പൈഡർമാൻ അറിയാം. എന്തായാലും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്, ഒരു സൈഫൈ ഷോണ്ടില് ഒരു കോമഡി സിനിമ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്, അത് ആൾക്കാർ കണ്ടിട്ട് എന്താ പറയാ, കൈയടിക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. എക്സ്പെരിമെന്റ് ആണ്, ഹ്യൂമർ ഉണ്ട്, അപ്പം പാട്ടുകളുണ്ട്. ഐ തിങ്ക് പീപ്പിൾ ആർ എൻജോയിങ് ഇറ്റ്. ബാക്കി നമ്മൾ പറയുന്നില്ല, നിങ്ങൾ കണ്ട ആൾക്കാരോട് ചോദിക്കും. ദാറ്റ്സ് ഇറ്റ്. നമ്മളെ കൂട്ടത്തില്ലേ? അതെ അതെ, ഒരു കോമിക്കൽ സാധനങ്ങളൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സ്പൈഡർമാൻ. എല്ലാരും കണ്ടവരോട് ചോദിക്കും. സന്തോഷം. എല്ലാരും അഭിനയം കോംബോ ഒക്കെ വർക്കായോ? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമ, നല്ല ക്ലൈമാക്സ് ആയിട്ട് അടിപൊളി അടിപൊളി അടിപൊളി. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല പടം. ഇഷ്ടപ്പെട്ടോ? സെക്കൻഡ് ഹാഫ് വെരി ഗുഡ്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. നല്ല മേക്കിങ്ങും ആ ഒരു കുട്ടികൾക്കും എല്ലാം ഫാമിലിക്കും ഒക്കെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. എന്തായാലും തിയേറ്ററിലാണ് ഞാൻ വന്നത് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു നല്ല പടമാണ്. അടിപൊളി അടിപൊളി. കോമഡി വർക്ക് എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നോ? ഫണ്ണാണ്, എന്റർടൈനിങ് ആണ്. ഒരു ബ്രോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല പടം, നല്ല എന്റർടൈൻമെന്റ് ആണ്. കോമഡി വർക്കായോ? ചേട്ടാ എങ്ങനെയുണ്ട് ബ്രോ? ചേട്ടാ എങ്ങനെയുണ്ട്? കോമഡി ഒക്കെ വർക്കായോ? ചേച്ചി എങ്ങനെയുണ്ട്? നീരജേട്ടന്റെ കാര്യങ്ങളൊക്കെ ഏലിനൊക്കെ വർക്കായോ? റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര പോസിറ്റീവായിരുന്നു. ശരിയുണ്ടായിരുന്നു.
ഭയങ്കര സന്തോഷം തോന്നുന്നു. ഹ്യൂമർ വർക്കാവാന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ ഉണ്ട് പടത്തിൽ. അപ്പൊ അവർ എക്സ്പെരിമെന്റൽ പടത്തിലൊരു എന്റർടൈനർ വരുമ്പോ എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് വർക്കായി തോന്നുന്നു. അങ്ങനെ പറയുന്നത് അപ്പൊ ഇന്ന് നമ്മളെ സിനിമയിൽ പ്രവർത്തിക്കാത്ത ആൾക്കാരാണ് ഇന്ന് പടം കണ്ടത്. സിനിമ 20 മിനിറ്റ് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഒരുപാട് സന്തോഷം. അപ്പൊ പടം എന്തായാലും സക്സസ് ആവണം എന്ന് തന്നെയാണ് വിചാരം. അതിപ്പോ ഞാൻ അഭിനയിച്ചോണ്ട് ഞാൻ പറയുന്നില്ല നല്ലതാണെന്ന്. ആൾക്കാർ കാണട്ടെ, കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇത് ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള, ഞാൻ ഇതിൽ ആക്ട് ചെയ്ത ഒരു ആക്ടർ എന്നുള്ള നിലയിലല്ല പറഞ്ഞ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്. എനിക്കൊരുപാട് എന്നെ സംതൃപ്തിപ്പെടുത്തിയ ഒരു ചിത്രമാണ്. എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കണ്ട്. ടെൻഷനൊക്കെ മാറിയാ? ടെൻഷൻ അല്ലടാ, ഒരു സന്തോഷം കൂടിയിട്ടുള്ള ഒരു വികാരം ഉണ്ടല്ലോ, അതാണ്. അല്ല ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ഇപ്പൊ 1 വർഷം മുമ്പ് നമ്മൾ ചെയ്ത സാധനമാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഡബിങ്ങോട് കൂടി നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ മാക്സിമം ചെയ്ത് കഴിഞ്ഞു. പിന്നെന്ന് പറഞ്ഞത് തിയേറ്ററിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ട സംഭവമാണ്. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലതാണെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കും, മോശമാണെങ്കിൽ ആ വഴി പോകും. പക്ഷെ ഇത് മോശമായില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. തിയേറ്ററിലെ റെസ്പോൺസ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ആൾക്കാർ കാണട്ടെ, പബ്ലിസിറ്റിയിലൂടെ ഇത് മുന്നോട്ട് പോകും. താങ്ക് യു.